അപ്പം ബനാവയോട് ബൈ പറയാറായി. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടാർഗറ്റ് ബോണ്ടോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് പിന്നെ സഗതയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. മൊത്തത്തിൽ ഒരു 85 കിലോമീറ്റർ ആണ് മാപ്പ് കാണിക്കുന്നത്. ബോണ്ടക്കിലേക്ക് ഒരു 40-45 കിലോമീറ്റർ. അത് കഴിഞ്ഞ് അവിടുന്ന് സഗത. ബോണ്ടക്കിൽ ഒരു ചെറിയ മ്യൂസിയം ഒക്കെ ഉണ്ട്. മാപ്പിൽ നോക്കിയപ്പോൾ ഫേമസ് ആയിട്ടുള്ള മ്യൂസിയം വന്നിട്ടുണ്ടോ. എന്നാ പിന്നെ ഓൺ ദ വേയിൽ അതുകൂടെ കണ്ടിട്ട് പോകാൻ സമയമുണ്ട്. 3.5 മണിക്കൂർ മാപ്പ് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഒരു 5 മണിക്കൂറാവും. മ്യൂസിയം ഒക്കെ കണ്ടിട്ട് പോകുമ്പോഴത്തേക്കും ഏതാണ്ട് 5 മണിക്കൂറാവുമെന്ന് കരുതുന്നു. രാവിലെ 10 മണി കഴിഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ല വെയിലായി. മലയിലെ പോലുള്ള വലിയ ചൂടില്ല, കാരണം കുറച്ച് ആൾട്ടിറ്റ്യൂഡ് ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ചെറിയൊരു കുളിർമയൊക്കെ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ വേർക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചെറിയൊരു റോഡ് നനഞ്ഞു കിടക്കുന്നു, ചെറുതായിട്ട് വെള്ളം ഒഴിക്കണം. മുകളിൽ നിന്ന് മൗണ്ടൻസിൽ നിന്ന് ഒളിച്ചു വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു താഴോട്ട് പോകാൻ വേണ്ടി. അങ്ങനെ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ റോഡ് അത്ര കുറച്ച് മോശം എന്ന് പറയാനുള്ളൂ. പക്ഷെ ബാക്കി കോൺക്രീറ്റ് റോഡാണ്, നല്ല വീതിയുണ്ട്, പിന്നെ വലിയ ട്രാഫിക് ഒന്നും ഇല്ല. ഇന്ത്യയിലെ ഹിൽ സ്റ്റേഷനുകളിലൊക്കെ പോണ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ അങ്ങനെ കാര്യമായ ട്രാഫിക് ഒന്നും ഇല്ലാത്ത ഏരിയയാണ്. വളവിലൊക്കെ ആണെങ്കിലും അങ്ങനെ ആരും കട്ട് ചെയ്തൊന്നും വരത്തില്ല. അത്യാവശ്യം ട്രാഫിക് സെൻസ് ഉള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. വലിയ റിസ്ക് ഇല്ല വണ്ടി ഓടിക്കാൻ. വെജിറ്റബിൾ മാർക്കറ്റൊക്കെയാണ്. ചെറിയൊരു വില്ലേജാണ് ലുലുവാൻ ഇന്ത്യ കമ്പനി ഡിസ്ട്രിക്ട് ഹൈവേ ബോണ്ട് ഡിപ്പാർട്ട്മെന്റ് പബ്ലിക് വർക്ക്സ്. ഒരു ഡിസ്ട്രിക്ട് കഴിഞ്ഞ് അടുത്ത ഡിസ്ട്രിക്റ്റിലേക്ക് കയറുകയാണ്. നല്ല സ്റ്റീപ്പ് ഇതുണ്ട്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടെ ശകലം എന്താണ് ലാൻഡ് സ്ലൈഡാണോ ആയിരിക്കണം, ലാൻഡ് സ്ലൈഡിൻ്റെ ഇതാണോ, മുകളിൽ നിന്ന് കാണാം. അതെ, നേരത്തെ എങ്ങോട്ട് ലാൻഡ് സ്ലൈഡ് വന്ന് പൊട്ടിയൊലിച്ച് വന്നേക്കുന്നതെന്ന് തോന്നുന്നു. മുകളിൽ നിന്ന് കാണുന്നു. അതിങ്ങനെ ഇതിലെ ക്രോസായി പോയിട്ടുണ്ട്, ലെവലാക്കി. ഒരു ശകലം ഭാഗത്തേ ഉള്ളൂ. വീണ്ടും ചെറിയൊരു ഇത് ലാൻഡ് സ്ലൈഡാണ്. ഒരു റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞു. ഒരു സൈഡ് റോഡ് അങ്ങ് താഴോട്ട് പോയി. അപ്പം അത് കാരണം മറ്റേ സൈഡ് കട്ട് ചെയ്ത് റോഡിന് വീതി കൂട്ടുക. ADV സ്കൂട്ടറിൻ്റെ ടയർ സാധാ സ്കൂട്ടറിനെക്കാട്ടി കുറച്ചുകൂടെ ഒരു ഓഫ് റോഡിന് പറ്റിയാണ്. പന്നിയാണല്ലോ പറഞ്ഞാൽ കിട്ടുന്നത്. അപ്പൊ നമ്മളങ്ങനെ ബോണ്ടൊക്കെ അടുക്കാറായി. ഇതുവരെ ഒരു 45 കിലോമീറ്റർ ഓടിച്ചു. സഗത ഇനി ഒരു 40 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഓൾമോസ്റ്റ് പകുതി ദൂരമായെന്ന് തോന്നുന്നു. മ്യൂസിയം നല്ലതാണെങ്കിൽ ഒന്ന് കയറി കണ്ടിട്ട് പോവാം. ബോണ്ടോക്കിലേക്കുള്ള വഴിയിൽ ധാരാളം ട്രൈസൈക്കിൾ ഉണ്ട്. ഇവിടുത്തെ ഓട്ടോയ്ക്ക് പകരമുള്ള മെയിൻ യാത്രാ സംവിധാനം എന്ന് പറയുന്നത് ഈ ട്രൈസൈക്കിൾ പോലത്തെ സാധനമാണല്ലോ, ബൈക്കിന്റെ സൈഡിൽ പിടിപ്പിച്ചേക്കുന്നത്. അത് കൂടാതെ ഇടയ്ക്കൊക്കെ നമ്മുടെ ബജാജിന്റെ ഒക്കെ ഓട്ടോറിക്ഷയും ഉണ്ട്. റോഡിന്റെ സൈഡിലെല്ലാം ലോക്കൽ ടാക്സി പോലെ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. ബോണ്ടോക്ക് ബനാവോലെക്കാട്ടിൽ കുറച്ചുകൂടെ വലിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു മുനിസിപ്പാലിറ്റിയാണ്. അപ്പൊ കുറച്ചുകൂടെ പോപ്പുലേഷൻ ഒക്കെ ഉണ്ട്. ഏതാണ്ട് 25,000 ഇവിടുത്തെ പോപ്പുലേഷൻ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത് 18 കിലോമീറ്റർ ഉള്ള സഗടാണ്. നമ്മൾ അവിടുന്ന് ഗൂഗിൾ മാപ്പ് നോക്കി കണക്കനുസരിച്ചാണെങ്കിൽ ടോട്ടൽ 85 എന്തോ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഡിസ്റ്റൻസ് കുറവാണ് കാണിക്കുന്നത്. മേ ബി പുതിയ റോഡ് വല്ലതും വന്നായിരിക്കും. നമ്മൾ ആ മ്യൂസിയത്തിലേക്കുള്ള
റൈറ്റ് ടേൺ എടുക്കാതെ കുറച്ച് മുമ്പോട്ടായി പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് യൂ ടേൺ എടുത്തിട്ട് വീണ്ടും മ്യൂസിക്കിൽ നിന്ന് അങ്ങോട്ടാണ് ഇപ്പോൾ പോണത്. ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന രണ്ടുമൂന്ന് കുടില് പോലെ പൊങ്ങി നിൽക്കുന്നതാണ് ആ മ്യൂസിയം. ഇതൊരു സ്കൂളിന്റെ കോമ്പൗണ്ടിനകത്താണ്. ലെഫ്റ്റ് സൈഡിലാണ് ഒരു എലമെന്ററി സ്കൂളുണ്ട്. അപ്പം സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കയറിയാലേ നമുക്ക് ഈ മ്യൂസിയത്തിന്റെ ഭാഗത്തൊക്കെ ചെല്ലാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പണ്ട് കാലത്തെ ഉള്ള ട്രൈബൽസിന്റെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും അവരുടെ ജീവിത രീതികളും കൾച്ചറും ഒക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. അകത്ത് പക്ഷെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് അകത്ത് കയറി. ചെറിയ മ്യൂസിയമാണ്. ഒരു യൂറോപ്യൻ സിസ്റ്ററാണ് ഇത് മ്യൂസിയത്തിന്റെ ആരംഭം കുറിക്കുന്നത്. അകത്ത് വിചാരിച്ച പോലെ തന്നെ ചെറിയൊരു മ്യൂസിയം, പക്ഷേ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഫോട്ടോയും വീഡിയോ അലോഡല്ല. അപ്പോൾ മ്യൂസിയത്തിനകത്തോട്ട് കയറി പുറത്തിറങ്ങുന്ന എക്സിറ്റിനോടെ പഴയ വില്ലേജ് ലൈഫൊക്കെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുടിലുകളും അവരുടെ പഴയ വില്ലേജ് ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയുള്ള 5-6 കുടിലൊക്കെ ഉണ്ട്. ഇവിടെ മാത്രം വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. ഇതിനകത്തോട്ട് കുനിഞ്ഞ് കയറണമെങ്കിൽ പാടാം. ഹൈറ്റ് തീരെയില്ല. സ്ലീപ്പിംഗ് പ്ലേസ് ഓഫ് യങ് ലേഡീസ്. ബോണ്ടോക്കിലെ നമ്മുടെ മ്യൂസിയം അത്ര മെച്ചമില്ലായിരുന്നു. അതുകൊണ്ട് താഴെ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ കഫേ കണ്ടു. ചീസ് കേക്കും ഒരു ബ്ലാക്ക് കോഫിയും കൂടെ പറഞ്ഞു. അപ്പോൾ 2 ചെറിയ കപ്പ് കേക്കും പിന്നെ ഒരു ബ്ലാക്ക് കോഫിയും കൂടെ കുടിച്ചു. ഇവിടുന്ന് നേരെ സഗാദയ്ക്ക് തന്നെ വിടാം. സഗാദയെ മാപ്പിട്ട് നോക്കിയപ്പോൾ ഒരു വലിയ റൂട്ട് കാണിക്കുന്നു 35 കിലോമീറ്റർ. പക്ഷേ ഒരു ഷോർട്ടർ റൂട്ട് 16-17 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇവിടെ പോയി നോക്കാം. നല്ല റോഡാണെങ്കിൽ ഷോർട്ട് കട്ട് എടുക്കാം. Hello. Sagade straight. Sagade. There, on the right side. Right side. Right. Sagade. Yeah, Sagada. 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 അപ്പോൾ ഇതാണ് സ്ഥലം. അപ്പോൾ ഇതാണ് ഷോർട്ട് കട്ട്. എന്താണെന്നറിയില്ല, ഗൂഗിൾ മാപ്പിൽ ബൈ ഡീഫോൾട്ട് ഇതല്ല കാണിച്ചത്. ഡീഫോൾട്ട് കാണിച്ചത് 30 കിലോമീറ്ററൊക്കെ ഉള്ള വലിയ റോഡാണ്. അപ്പോൾ ഇതാണ് ഷോർട്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് 11 കിലോമീറ്റർ ഉള്ളൂ. നേരെ പോകുന്ന റോഡാണെങ്കിൽ ഓൾമോസ്റ്റ് 30 കിലോമീറ്ററാണ്. സഗാദയുടെ ആർച്ചൊക്കെ ഉണ്ടാക്കുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ റോഡത്ര പഴക്കമുള്ള ഡെവലപ്പ് ചെയ്ത റോഡാണ്. Have a safe trip. Welcome to Sagade. ഇവിടെ കുറച്ചൊരു ഭാഗം കാറില്ലാത്ത റോഡാണ്. നല്ലത് അപൂർവമായി മാത്രമേ ഉള്ളൂ അങ്ങനെ കാറില്ലാത്തൊരു പാച്ചിയുണ്ട്. അപ്പോൾ അടുക്കാറായപ്പോഴത്തേക്കും അത്യാവശ്യം പൈൻ ഫോറസ്റ്റുകളും പിന്നെ നമ്മൾ ചെറിയൊരു യൂക്കാലിയുടെ ഒക്കെ മണം കിട്ടുന്നുണ്ട്. ഒരു ഊട്ടി കൊടൈക്കനാലിലേക്കൊക്കെ പോണ ഒരു ഫീലുണ്ട്. സഗാദയിൽ അത്യാവശ്യം ആൾട്ടിറ്റ്യൂഡ് കൂടുതലുള്ള സ്ഥലമാണ്. ആൾട്ടിറ്റ്യൂഡ് ബനാവലേക്കൊക്കെ കൂടുതലുള്ള സ്ഥലമാണ്. ഏതാണ്ട് 1500 മീറ്ററാണ് ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ്. ഈ ഏരിയയുടെ പേര് കോർഡിലേറ മൗണ്ടൻ റീജിയൻ എന്നാണ് പറയുന്നത്. കോർഡിലേറ ലുസോൺ പ്രൊവിൻസിലെ ഒരു മേജർ നോർത്ത് സൈഡിലുള്ള ഒരു മൗണ്ടൻ പ്രദേശമാണ് ഈ കോർഡിലേറ ഏരിയ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയൊക്കെ ഉണ്ടല്ലോ. The House of Tea. Tea Lodge Cafe.
റൂം കിട്ടാൻ വലിയ പാടൊന്നും കാണില്ല, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. പിൽഗ്രിംസ് ഹെവൻ ഇൻ എന്താണ് ചർച്ച്, മൗണ്ട് കാർമൽ ചർച്ചൊക്കെ ഉണ്ട്. സഗാദ ടൗൺ താഴേക്ക് പോകണമെന്നാണ് കാണിച്ചത്. ചോദിച്ചേക്കാം. ഹലോ, Sagada town, this way or this way? This way. Okay. Oh, fresh. I mean, you will get a room, hotels there? Hotels. മാപ്പിനകത്ത് കാണിച്ചേക്കുന്ന അവിടെ താഴത്തുള്ളൊരു ചെറിയ വഴി, അപ്പം അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പം മെയിൻ റോഡിൽ തന്നെ ആയിരിക്കണമല്ലോ. ഇന്ന് കഫേ ഉണ്ടല്ലോ, ഇത് കുഴപ്പമില്ലല്ലോ. റോക്ക് വാലി ഇവിടെ വേണം ചോദിച്ചാലോ. Hello. You have a room here for today, one person? No, I think we're fully booked. Fully booked, okay. Sorry. Which is the town? Sagada town this way? There will be a lot of hotels? Yeah. Hotels will be there, okay. അപ്പോൾ അവിടെ ഇല്ല. സഗാദ, വെൽക്കം ടു സഗാദ. അപ്പോൾ ഇതൊക്കെയാണ് അത്യാവശ്യം ഹൈറ്റുള്ള സ്ഥലമെന്ന് തോന്നുന്നു. രാത്രി നല്ല തണുപ്പുണ്ടാവും. ടൗൺ പ്രോപ്പർ. വെൽക്കം ടു സഗാദ ടൗൺ പ്രോപ്പർ. സെയിൻറ്റ് തിയോഡോസ് ഹോസ്പിറ്റലൊക്കെയാണ്. മരുന്ന് മേടിക്കണമെങ്കിൽ ഇവിടെ പോയി നോക്കാം. Sagada Town Tourist Information, Rural Bank. ഒരു ഗസ്റ്റ് ഹൗസിലാണ്. ആ ഗസ്റ്റ് ഹൗസിലാണ് ചോദിക്കാൻ. Hello. 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 Nobody there. I want to check whether any room is available today. Do you have one person only? Any room for today? Hi, madam. One bedroom ka na. One person today available? One room? One room. Yeah. 500. Sorry? 500. 500. Here? Yes. Upstairs? You have a shower attached or separate? Separate. Or no room attached shower? There is 900. Oh, that's 900. Okay. I'll take 900. 900? Yeah. And the other side. എടുത്തേക്കുന്ന ചെറിയ ഹോട്ടൽ സഗാദ ഗസ്റ്റ് ഹൗസ് ആൻഡ് കഫേ. കുഴപ്പമില്ല. അറ്റാച്ച്ഡ് അല്ലാത്ത റൂമിന് 500 ഉള്ളൂ. നമ്മൾ പിന്നെ അറ്റാച്ച്ഡ് ഉള്ള റൂം വേണമായിരുന്നു. അതുകൊണ്ട് 900 ഇവിടുത്തെ 900 പെസോ. നല്ലൊരു KLX 150 ഇരിക്കുന്നു. നൈസ് കവസാക്കി. നമ്മളവിടേക്ക് വരാത്ത വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ നടന്നു വന്നപ്പം ഇവിടെ ഒരു ചെറിയൊരു മാർക്കറ്റ് കോംപ്ലക്സ് കണ്ടു. അവിടെ ഫുഡൊക്കെ ഉണ്ട്. എക്സ്ക്ലൂസീവായിട്ട് ഫുഡിന് വേണ്ടിയുള്ളൊരു 3-4 ചെറിയ റെസ്റ്റോറൻറ്റ്, ലോക്കൽ കൈൻഡ് ഓഫ് റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കയറി. ഇവിടെയാണെങ്കിൽ കുറച്ച് ഓപ്ഷൻ ഉള്ള പോലെ തോന്നി. പോർക്കും പിന്നെ റൈസും വെജും ഒക്കെ ആയിട്ടുണ്ട്. അപ്പം അത് ഓർഡർ ചെയ്തൊരു പോർഷൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെനു ഒക്കെ. ചോ റെസ്റ്റോറൻറ്റ്, പാൻ കേക്ക് ഉണ്ട്. അപ്പം നമ്മുടെ ഫുഡ് റൈസ് വന്നു, പോർക്ക് വന്നു. ഇനി വെജിറ്റബിൾ കൂടെ വന്നാൽ മതി. അപ്പം ഒരു കംപ്ലീറ്റ് മീലായിക്കോളും. അപ്പോൾ അങ്ങനെ ഫുഡ് വന്നു. പുറത്ത് നല്ല എല്ലുള്ള പീസാണ്. ഓൾക്കണ്ട വേണം കൂടുതൽ. അപ്പൊ ഇവിടുന്ന് ഊണ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ അടുത്തൊരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ ഓഫീസ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കയറി ലോക്കൽ കാര്യങ്ങളൊക്കെ തിരക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ പറഞ്ഞു ടൂറിസ്റ്റ് ആയിട്ട് വന്നത് ആദ്യം ഒരു 100 പെസോ കൊടുത്ത് നമ്മളവിടെ രജിസ്റ്റർ ചെയ്യണം. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ ഈ എന്താ പറയാ
ഹാങ്ങിങ് കോഫിന് പിന്നെ ഒരു വാട്ടർഫോളൊക്കെ ഉള്ളത് കാണണമെങ്കിൽ ഗ്രൂപ്പായിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ പോകാൻ പറ്റില്ല. ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ അവർ ഗ്രൂപ്പിനെന്തോ ഒരു വിത്ത് ഗൈഡാണ്, അപ്പോൾ അത് ചാർജ് ചെയ്യും. അപ്പോൾ ഓൾറെഡി ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് ഇനിയിപ്പം ഗ്രൂപ്പായിട്ട് പോകണമെങ്കിൽ രാവിലെ വെയിറ്റ് ചെയ്യണം. ഉച്ച കഴിഞ്ഞ് ഇനിയിപ്പോൾ അധികം ഗ്രൂപ്പുകളൊന്നും അങ്ങനെ പോകുന്നില്ല. നമുക്ക് തന്നെ പോയി കാണാൻ പറ്റിയ അധികം സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ല. അതൊരു നിരാശപ്പെടുത്തുന്ന കാര്യമായിരുന്നു. അതിപ്പം സ്വന്തമായിട്ട് പോയി കാഴ്ചകൾ കാണാൻ പറ്റാത്ത ഒരവസ്ഥ ആദ്യമായിട്ടാണ് നേരിടുന്നത്. ഇവിടെയാണ് സെയിൻറ്റ് മേരീസ് എപ്പിസ്കോപ്പൽ ചർച്ച് ഉള്ളത്. അപ്പോൾ ഒന്ന് കണ്ടേക്കാം. തൊട്ടടുത്ത് തന്നെയായിരുന്നു, സ്കൂട്ടർ എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വേറൊരു സ്ഥലം കൂടെ മാപ്പി കാണിക്കുന്നുണ്ട്. അവിടെ നോക്കാൻ പറ്റുവാണെങ്കിൽ പോകാൻ പറ്റുമെന്നറിയില്ല. ഇച്ചിരി പഴയ പള്ളിയാന്ന് തോന്നുന്നു. പള്ളിയുടെ വ്യൂ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. സെയിൻറ്റ് ആൻറ്റൺസ് ഹാൾ. പള്ളി അടഞ്ഞു കിടക്കാണ്. പള്ളിക്ക് അകം കാണാൻ പറ്റത്തില്ല. ഇവിടുത്തെ ചെറിയൊരു സഗാഡയിലൊരു ലാൻഡ്മാർക്കായിട്ട് ഗൂഗിളിൽ കാണിച്ചൊരു സ്ഥലമാണ് ഈ പള്ളി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വന്നേ ഉള്ളൂ. ഇതിനടുത്താണ് ഒരു ഹാങ്ങിങ് ഗാർഡൻ, ഹാങ്ങിങ് കോഫിൻസ് എന്നൊക്കെ പറഞ്ഞുള്ളത്. പക്ഷെ അത് നടന്നു പോകാനുള്ള സ്ഥലമായിട്ടാണ് കാണിക്കുന്നത്. അവിടെ ഹാങ്ങിങ്, പഴയ കാലത്തെ ഹാങ്ങിങ് കോഫിനൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട്. അതിനൊക്കെ ഗ്രൂപ്പ് ടൂറിനടുത്ത് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ പിന്നെ അത് പോയി നോക്കി അവിടെ വരെ ബൈക്കിൽ പോകാൻ പറ്റുമെന്നൊക്കെ. ഇതാണ് ഇവിടുത്തെ സീൻ. ഉണ്ടല്ലേ, അടച്ചു കൂട്ടിയിട്ടേക്ക്. ആ ഗൈഡുണ്ടെങ്കിലേ പണി നടക്കുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൂറിസ്റ്റ് ലൊക്കേഷനിൽ വന്നിട്ട് സിംഗിളായിട്ട് വന്നാൽ കയറാൻ പറ്റും. ഒരു ചാർജ് മേടിച്ചിട്ട് അവർ അകത്തോട്ട് കയറാൻ നോക്കും. സെറ്റായിക്കല്ലേ, ഇറ്റ്സ് എ ബാഡ് തിങ് ബട്ട് ടു ഡു. സംടൈംസ് ലൈഫ് അങ്ങനെയാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കില്ല. പോയി നമുക്ക് ആ സൺസെറ്റിൻ്റെ അവിടെ പോയി നോക്കാം. സൺസെറ്റ് എത്ര മണിക്കാണെന്ന് അറിയില്ല. പോയി നോക്കിയാൽ നല്ല ചുമയുണ്ട്. ഒരു കാറ്റ് പിടിക്കാം. Hello, you have coffee? Okay. അപ്പോൾ ഇത്
താമസിക്കുന്നിടത്തൊരു 3 കിലോമീറ്റർ മാറി ചെറിയൊരു വ്യൂ പോയിന്റ്, സൺസെറ്റ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു ലൊക്കേഷൻ, വെറുതെ ടൂറിസ്റ്റുകൾക്കൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം, ഒരു കഫേ ഉണ്ട് അവിടെ. ഇറങ്ങുമ്പോൾ അല്ലാത്തുള്ളതൊക്കെ അങ്ങോട്ട് വന്ന അല്ല, ഇവിടുത്തെ ചെറിയൊരു കഫേ ഉണ്ട്. അപ്പോൾ കാപ്പി വല്ലതും ഉണ്ടോ നോക്കട്ടെ. മിൽക്ക് ടീ കോഫി ഉണ്ട്. ഓക്കെ, യു ഹാവ് കോഫി, ഹോട്ട് കോഫി? ഓക്കെ. ചെറിയ ബെഞ്ചും ഹട്ടുകളും ഒക്കെ ഉണ്ട് ആൾക്കാർക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി. വന്ന സമയത്തെല്ലാം കറക്റ്റായിട്ട് ഒരു മേഘമാണ് സൂര്യനെ മറച്ചേക്കും. 10 hours daw. So, 1 hour. സൺസെറ്റ് അടുക്കാറായി. സൂര്യൻ കാർമേഘങ്ങൾക്കിടയിലാണ് താഴാറായി. 6 മണി കഴിയുമ്പോഴാണെന്ന് തോന്നുന്നു സൺസെറ്റ് സമയമായിക്കൊണ്ടിരിക്കുന്നു. സൂര്യൻ മറയുന്നു. അപ്പോൾ ഫിലിപ്പീൻസിൽ കൂടെയുള്ള യാത്രയൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉച്ചയ്ക്ക് ലഞ്ച് നല്ലതായിട്ട് തോന്നിയുകൊണ്ട് വീണ്ടും വൈകിട്ടും അവിടെ തന്നെ കഴിക്കാൻ വന്നു. ബാക്കി 2 വെജിറ്റബിൾ വേറെ ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ റൈസും വെജിറ്റബിളും സെയിം. പോർക്ക് മാത്രം ഒന്ന് മാറ്റി പിടിച്ചു. പോർക്ക് മാത്രം ഡ്രൈ ആയിട്ടുള്ള, രാവിലെ ഉച്ചയ്ക്ക് മേടിച്ചതിനകത്ത് ഇച്ചിരി എല്ലൊക്കെ ഉണ്ടായിരുന്നു, ബോണുള്ളതായിരുന്നു. അപ്പോൾ ബോൺലെസ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ബനാവയിൽ നിന്ന് ബോണ്ടോക്കിലേക്കും പിന്നെ ബോണ്ടോക്കിൽ നിന്ന് സഗദായിലേക്കുമുള്ള ട്രാവൽ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഫിലിപ്പൈൻസ് യാത്രയിൽ കൂടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.